ഹലോ സുഹൃത്തുക്കളെ, അപ്പൊ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് കോട്ടയത്തുള്ള യമഹ ഷോറൂമിലാണ്. ഓണം പ്രമാണിച്ച് എന്തൊക്കെയാണ് ഓഫേഴ്സ് എന്ന് നമുക്ക് നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് മാനേജറോട് ചോദിക്കാം. ഓക്കെ, സാറിന് പരിചയപ്പെടുത്ത പേരൊക്കെ? എൻ്റെ പേര് ഷാനു എന്നാണ്. ഞാൻ ജോർജ് മേജർ യമഹ കോട്ടയം സെയിൽസ് മാനേജറാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രാവശ്യത്തെ ഓണം മിന്നിച്ചോണം എന്ന പേരിൽ യമഹ എല്ലാ വേരിയന്റുകൾക്കും നമുക്ക് വലിയ രീതിയിലുള്ള ഓഫേഴ്സും ക്യാഷ് ബാക്ക് ഓഫേഴ്സും പ്ലസ് എല്ലാ പർച്ചേസുകൾക്കും ഒപ്പം അഷ്വർഡ് ഗിഫ്റ്റ് ഉറപ്പായ സമ്മാനം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ സ്കൂട്ടർ സെഗ്മെന്റിൽ ഏറ്റവും മൂവ്മെന്റ് ആയിട്ടുള്ള സ്കൂട്ടർ സെഗ്മെന്റ് റേ ഇസഡാറിന് 10,000 രൂപയുടെ ക്യാഷ് ബാക്ക് ടോട്ടൽ ബെനിഫിറ്റ് ഓഫർ ഉണ്ട്. 7,000 രൂപയുടെ ക്യാഷ് ബാക്ക് ഓഫറും പ്ലസ് നമുക്ക് 10 വർഷത്തിന്റെ അല്ലെങ്കിൽ 95,000 കിലോമീറ്റർ റീപ്ലേസ്മെന്റ് വാറണ്ടിയും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 10,000 രൂപയുടെ ടോട്ടൽ ബെനിഫിറ്റ് ഓഫറോട് കൂടിയാണ് നമുക്കത് യമഹയുടെ 70th ആനിവേഴ്സറി ഓഫർ ആയിട്ടാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ 0 ഡൗൺ പേയ്മെന്റിന് നമുക്ക് റേ ഇസഡാർ കസ്റ്റമർക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 8.2 ഇൻട്രസ്റ്റ് റേറ്റ് തൊട്ടുള്ള സ്കീമുകളും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫിനാൻസ് സ്കീമുകളും നമുക്കിവിടെ ജോർജ് മൈജോയിൽ അവൈലബിൾ ആണ്. നമുക്ക് ഇതിന്റെ വേരിയൻസ് എങ്ങനെയായിരുന്നു വരുന്നത് വണ്ടിയുടെ? റേയെ സംബന്ധിച്ച് റേ 3 വേരിയന്റുകളിലായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. റേക്ക് നമുക്ക് റേ ഡ്രം ബ്രേക്കിൽ വരുന്നുണ്ട്. ഡ്രം ബ്രേക്ക് വരുമ്പോഴേക്കും അതിന് ഹാലജൻ ഡിസ്പ്ലേ, നോർമൽ അനലോഗ് ഡിസ്പ്ലേ, ഹാലജൻ ഹെഡ് ലാമ്പോട് കൂടി വരുന്നതായിരിക്കും. ഇത് വരുമ്പോഴേക്കും ബാക്കി നമുക്ക് ഡിസ്ക് വേരിയന്റിലേക്ക് വരുമ്പോൾ ഡിസ്ക് ബ്രേക്ക് ഡിജിറ്റൽ ക്ലസ്റ്ററോട് കൂടി, അതുപോലെ തന്നെ LED ഹെഡ് ലാമ്പിങ്ങോട് കൂടിയായിരിക്കും നമുക്ക് വണ്ടി വരിക. സ്ട്രീറ്റ് റാലി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ എഡീഷനും റേക്കുള്ളിൽ അവൈലബിൾ ആണ്. സ്ട്രീറ്റ് റാലിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എക്സ്ട്രാ നമുക്ക് ഹാൻഡ് കാർഡ് അവൈലബിൾ ആണ്. LED ഒരു DRL നമുക്കൊരു ഉണ്ടാവും. അതുപോലെ തന്നെ അതിന്റെ കളർ പാറ്റേൺസിൽ വ്യത്യാസം ഉണ്ടാകും. നോർമൽ ഡിസ്കിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ പാക്സ് സ്ട്രീറ്റ് റാലിയിൽ അവൈലബിൾ ആണ്. ടോട്ടൽ എത്ര കളേഴ്സ് ഉണ്ട്? നമുക്ക് ഡിസ്ക് വരുമ്പോഴും ഡ്രം വരുമ്പോഴും നമുക്ക് ബ്ലാക്ക്, സിയാന്, അതുപോലെ തന്നെ റെഡ്, മാറ്റ് റെഡ്, അതുപോലെ തന്നെ നമുക്ക് ഡാർക്ക് മാറ്റ് ബ്ലൂ കളേഴ്സ് അവൈലബിൾ ആണ്. സ്ട്രീറ്റ് റാലിയിലേക്ക് സംബന്ധിച്ച് സ്ട്രീറ്റ് റാലിയിൽ നമുക്ക് ബ്ലാക്ക് കളർ, സൈബർ ഗ്രീന്, വെർമിലിയൻ എന്ന് പറയുന്ന ഒരു കളർ, പിന്നെ നമുക്ക് ഇതൊരു പുതിയതായിട്ട് ഗ്രേയിഷ് ആയിട്ടുള്ള ഒരു കോപ്പർ അലോയോട് കൂടിയ ഒരു കളറും കൂടെ റേ ഇസഡാറിൽ സ്ട്രീറ്റ് റാലിയിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇതിപ്പോ ഫുൾ ഓപ്ഷൻ ആണ്? അതെ, തീർച്ചയായിട്ടും. ഇത് റേ ഇസഡാറിന്റെ സ്ട്രീറ്റ് റാലി വേർഷൻ ആണ്. ഹാൻഡ് കാർഡോട് കൂടി വരുന്ന DRL ഹെഡ് ലാമ്പിങ്ങോട് കൂടി വരുന്ന വേരിയന്റ് ആണ് സ്ട്രീറ്റ് റാലി. ആക്സസറീസ് ഇല്ലാതെ ഓൺ റോഡ് പ്രൈസ് നമുക്ക് ഇതിന്റെ പ്രൈസിൽ ഇപ്പം 10,000 രൂപയുടെ ഓഫർ ഉള്ളതുകൊണ്ട് റേ വേരിയന്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 83,000 രൂപയാണ് റേയുടെ നമ്മുടെ ഷോറൂം പ്രൈസ് വരിക. ഓൺ റോഡ് നമുക്ക് 1,03,000 രൂപയ്ക്ക് നമുക്ക് ഓൺ റോഡ് കൊടുക്കാൻ പറ്റും. അതിന്റെ അകത്ത് നമുക്ക് റേ സംബന്ധിച്ച് 10 ഇയർ വാറണ്ടി അല്ലെങ്കിൽ 10 വർഷം അല്ലെങ്കിൽ 95,000 കിലോമീറ്റർ റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ടാവും. 1 ഇയർ റോഡ് സൈഡ് അസിസ്റ്റൻസ് ഉൾപ്പെടെ നമ്മൾ സ്റ്റാൻഡേർഡ് ആക്സസറീസ്, ഹെൽമെറ്റ് കാര്യങ്ങൾ ഫ്രീ ആണ്. പ്ലസ് ഇനി ആക്സസറീസ് എടുക്കുകയാണെങ്കിൽ തന്നെ ആക്സസറീസ് 2,000 രൂപയുടെ ക്യാഷ് ബാക്ക് ഓഫറും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1,03,000 രൂപയ്ക്ക് നമുക്ക് റേ ഇസഡാർ സ്വന്തമാക്കാൻ സാധിക്കും. ടോപ്പ് എൻഡ് വേരിയന്റിന്റെ പ്രൈസ് എത്ര വരും? സ്ട്രീറ്റ് റാലി വേരിയന്റിനെ സംബന്ധിച്ച് 16,500 ആണ് ഓൺ റോഡ് പ്രൈസ് വരിക. 94,000 രൂപയാണ് അതിന്റെ ഷോറൂം പ്രൈസ്. ആക്സസറീസിന് നമുക്ക് ഓഫർ ഉണ്ട്. ആക്സസറീസിന്റെ ഒരു പാക്കേജ് തന്നെയുണ്ട്. ആ പാക്കേജ് നമുക്ക് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഓണത്തിന് ഓഫർ കൊടുക്കുന്നത് തീർച്ചയല്ല. ഓണത്തിന് നമുക്ക് ആക്സസറീസിന്റെ ഓഫർ നമ്മൾ ഓണം ഓഫർ ഒപ്പം തന്നെ കസ്റ്റമർക്ക് നമുക്ക് എല്ലാ കസ്റ്റമേഴ്സിനും നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആക്സസറീസിന്റെ ഒരു പാക്കേജ് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ 2,000 രൂപയുടെ ക്യാഷ് ബാക്ക് ഓഫർ ആക്സസറീസിന് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഓണത്തിന്റെ ഓഫറായിട്ട് എല്ലാ പർച്ചേസുകൾക്കും ഒപ്പം നമുക്ക് അഷ്വേർഡ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്ലസ് നമുക്ക് നോർമലി റേയെ സംബന്ധിച്ച് റേക്ക് ഏറ്റവും നല്ലൊരു ഓഫർ വരുന്ന സമയമാണ് അതായത് യമഹയുടെ 70th ആനിവേഴ്സറി ഓഫർ പ്രമാണിച്ചാണ് റേക്ക് 10,000 രൂപയുടെ ഡയറക്റ്റ് ക്യാഷ് ബാക്ക് ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് അട്രാക്റ്റീവ് ഓഫർ തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു സ്കൂട്ടറെ സംബന്ധിച്ച് 10,000 രൂപയുടെ ഡയറക്റ്റ് ഓഫർ വരിക എന്ന് പറയുന്നത് വലിയ ബെനിഫിറ്റ് ആയിട്ടാണ്. നിങ്ങൾക്ക് പറ്റിയ സമയമാണ് ഇപ്പൊ വണ്ടി വാങ്ങിക്കാനുള്ള. അതും ഈ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന തീർച്ചയായിട്ടും ഹൈബ്രിഡ് എഞ്ചിനാണ് ഇതിൽ വരുന്നത്. 10nm ടോർക്കോട് കൂടി 125 cc-ലാണ് റേ ഇസഡാർ അവൈലബിൾ ആകുന്നത്. റേയുടെ പ്രത്യേകത റേ അത്രത്തോളം സ്പോർട്ടിയാണ്, അത്രത്തോളം ഫാമിലി ഓറിയന്റഡ് ആണ്. എനിക്ക് തോന്നുന്നു ഈ വണ്ടി ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് യൂത്ത്സിനെ ആയിരിക്കും അല്ലെ? ഇത്രയും ഒരു റാലി എഡീഷൻ പോലെ. തീർച്ചയായിട്ടും യൂത്ത്സ് മാത്രമല്ല, നമുക്ക് എല്ലാ കാറ്റഗറിയിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു വേരിയന്റ് ആണ് റേ. കാരണം ഇതിന്റെ ലൈറ്റ് വെയിറ്റ് ആണ്, 99 കിലോ വെയിറ്റ്, വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെയിറ്റ് ആണ് നമുക്ക് വണ്ടിക്ക് വരിക.
ഡിജിറ്റൽ ഡിസ്പ്ലേ ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ് തീർച്ചയായിട്ടും. വൈ കണക്ട് എന്ന് പറയുന്ന പേരിലുള്ള ഡിജിറ്റൽ കണക്ട് ആക്ടിവിറ്റി നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. ഈ കണക്ടിവിറ്റിയിലൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ വണ്ടിയുമായിട്ടുള്ള നമ്മുടെ ഈ വൈ കണക്ട് എന്ന് പറയുന്ന ആപ്പ് നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നമുക്ക് അവൈലബിൾ ആണ്. ആ പ്ലേ സ്റ്റോറിലൂടെ നമുക്കത് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ വണ്ടിയുമായിട്ട് ഓട്ടോമാറ്റിക്കലി ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ടാവും. ഇത് DRL-ആയിട്ട് LED DRL ആണ് അവിടെ. ബാക്കി മോഡൽസിനൊക്കെ നമുക്ക് ഇവിടെ നമുക്ക് നോർമൽ ഡ്രം വേരിയന്റ് ആയാലും നോർമൽ ഡിസ്ക് വേരിയന്റുകളിലായാലും അതിന്റെ വൈസറോട് കൂടി തന്നെ നമുക്കൊരു വൈ എന്ന് പറയുന്ന യമഹയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വൈ എന്ന് പറയുന്ന ഒരു LED തീർച്ചയായും DRL അവിടെ അവൈലബിൾ ആണ്. പക്ഷെ സ്ട്രീറ്റ് റാലിയെ സംബന്ധിച്ച് അതൊരു ബാറായിട്ട് LED ബാറായിട്ടാണ് സെപ്പറേറ്റ് ചെയ്തത്. നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിന്റെ സീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ പ്രീമിയം ടച്ചോടുള്ള ഡൂൾ ടോൺ സീറ്റ് ആണ് വരിക. അതുപോലെ തന്നെ നമുക്ക് 21 ലിറ്റർ ബൂട്ട് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും. അതുപോലെ ഫ്യൂവൽ ഫില്ലിങ്ങും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് അടുത്ത വാഹനത്തിലേക്ക് ഫെസിനോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈബ്രിഡ് എഞ്ചിനിൽ വരുന്ന ഏറ്റവും മൈലേജ് കൂടിയ സ്കൂട്ടർ സെഗ്മെന്റിൽ പെടുന്നതാണ് ഫെസിനോ വരുന്നത്. ഹൈബ്രിഡ് എഞ്ചിൻ ഫെസിനോയിൽ നമുക്ക് 70 കിലോമീറ്റർ അഷോർഡ് മൈലേജ് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. ഇതിന് 3 വേരിയന്റുകളിലായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഡിസ്ക് ആയാലും ഡ്രം വേരിയന്റുകളിലായാലും അല്ലാതെ നമുക്ക് സ്പെഷ്യൽ എഡീഷൻ എന്ന് പറഞ്ഞാൽ ഫെസിനോ എസ് എന്ന് പറയുന്ന ഒരു മാറ്റ് ഫിനിഷിൽ വരുന്ന ഒരു സ്പെഷ്യൽ എഡീഷൻ വേരിയന്റും കൂടെ അവൈലബിൾ ആണ്. ഓണം പ്രമാണിച്ച് നമുക്ക് ഫെസിനോയിലെ ഏറ്റവും വലിയൊരു ഓഫർ വന്നിരിക്കുന്നത് ഫ്രീ ഇൻഷുറൻസ് ആണ്. 7,400 രൂപ ബെനഫിറ്റ് ഓഫർ ഫെസിനോയിലുണ്ട്. അതായത് നമുക്ക് ഇൻഷുറൻസിന്റെ 5 വർഷത്തെ ഇൻഷുറൻസ് തികച്ചും സൗജന്യമായിട്ട് കസ്റ്റമർക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഈ ഓണ സമയത്ത്. അതുകൊണ്ട് തന്നെ 0 ഡൗൺ പേയ്മെന്റിൽ തന്നെ നമുക്ക് നോർമലി ഒരു 5,000 രൂപ 6,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് അതേ സ്കീമിൽ തന്നെ ഈ ഓഫർ വാലിഡ് ആകുന്നത് കൊണ്ട് കസ്റ്റമർക്ക് ഫുൾ ലോണിൽ, അതായത് നമുക്ക് 0 ഡൗൺ പേയ്മെന്റിൽ ഫെസിനോ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഫെസിനോയ്ക്ക് നമുക്ക് 10 വർഷം അല്ലെങ്കിൽ 95,000 കിലോമീറ്റർ വാറണ്ടി ഇതിനും ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിതിന്റെ വേരിയന്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് 88,000 രൂപ എക്സ്ഷോറൂം പ്രൈസ് തൊട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ടോട്ടൽ നമുക്ക് ഓൺ റോഡ് പ്രൈസിലായപ്പോൾ ഇപ്പൊ ഈ ഓഫർ കാണിച്ച് നമുക്ക് ഡ്രം ബൈക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് 1,02,000 രൂപയ്ക്ക് നമുക്ക് ഓൺ റോഡ് പ്രൈസിൽ കൊടുക്കാൻ സാധിക്കും. 1,02,000 രൂപയ്ക്ക് വരെ നമുക്ക് ഫെസിനോ നമുക്ക് സ്വന്തമാക്കാവുന്നതാണ്. നോക്കൂ, ഇതിപ്പോ ടോപ്പ് എൻഡ് എഡീഷൻ ആണ് തോന്നുന്നു അല്ലേ? ഇത് ഡിസ്ക് സെക്കൻഡ് എഡീഷൻ ഡിസ്ക് വേരിയന്റ് ആണ്. സിയാൻ എന്നാണ് ഈ കളറിന്റെ പേര്. ബ്ലാക്ക് ആയാലും അതുപോലെ തന്നെ സിയാന്, ഡാർക്ക് മാറ്റ് ബ്ലൂ, അത് ബ്ലൂ, നോർമൽ ബ്ലാക്ക് കളർ, കൂൾ ബ്ലൂ, അങ്ങനെ ഒരുപാട് ഫെസിനോയെ സംബന്ധിച്ച് ഒരുപാട് കളർ വേരിയൻസ് അവൈലബിൾ ആണ്. കുറെ കൂടെ സിയാൻ എന്നാണ് ഈ കളറിന്റെ പേര്. മാറ്റ് ഫിനിഷിലാണ് വരിക. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വളരെ മൂവ്മെന്റ് ഉള്ള ഒരു കളറാണ്. അത് മാത്രമല്ല ഇതിനെ സംബന്ധിച്ച് നമുക്ക് ഫെസിനോയെ സംബന്ധിച്ചുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫെസിനോ 99 കിലോയാണ് ഫെസിനോയുടെ വെയിറ്റ് എന്ന് പറയുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. വളരെ ഈസി ആയിട്ട് ഏത് ലേഡീസിനായാലും നമുക്ക് ആർക്കും വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അതെ, തീർച്ചയായും. ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ് അവൈലബിൾ ആയിട്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അവൈലബിൾ ആണ്. നമ്മുടെ വൈ കണക്ട് ആപ്പ് ഇതിലും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് എത്ര വരിക? ഡിസ്ക് വേരിയന്റ് വരുമ്പോൾ നമുക്ക് 1,12 ആണ് വരുന്നത് ഓൺ റോഡ് പ്രൈസ് വരിക. അതിനകത്ത് നമുക്ക് 10 ഇയർ വാറണ്ടി ഉൾപ്പെടെയാണ് പറയുന്നത്. അതെ, തീർച്ചയായും. പിന്നെ തൊട്ടടുത്ത മോഡലിന് വരുന്ന ടോപ്പ് ആൻഡ് എഡീഷൻ വരുന്ന പ്രൈസ്, ടോപ്പ് ആൻഡ് എഡീഷനിലേക്ക് വരുമ്പോൾ ഫെസിനോ എസ് എന്നാണ് പറയുന്നത്. മാറ്റ് ഫിനിഷിലായിരിക്കും വരിക ഫെസിനോ എസ് വരിക. ഫെസിനോ എസിന്റെ പ്രത്യേകത അതിന്റെ അലോയ്സ് എല്ലാം കോപ്പർ അലോയ്സ് ആയിരിക്കും. കുറെ കൂടെ അട്രാക്റ്റീവ് ആണ് കോപ്പർ അലോയ്സ് വരുമ്പോൾ. എസിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൺ റോഡ് ഈ നമുക്ക് ഇൻഷുറൻസിലുള്ള ഈ 7,400 രൂപയുടെ ഇൻഷുറൻസിന്റെ ക്യാഷ് ബാക്ക് ഓഫർ തീർച്ചയായിട്ടും നമുക്ക് ഫെസിനോ എസിലും അവൈലബിൾ ആണ്. ഫെസിനോയുടെ 3 വേരിയന്റുകൾക്കും ആ ഓഫർ അക്സെപ്റ്റഡ് ആണ്. നമുക്ക് അതിന്റെ ഫെസിനോ എസ് ടോപ്പ് എഡീഷൻ ആണെങ്കിൽ പോലും നമുക്ക് ഓൺ റോഡ് ഒരു 1,17 നമുക്ക് ഓൺ റോഡ്. അത് നല്ലൊരു പ്രൈസ് തന്നെയാണ്. ഇത്രയും ആക്സസറീസും എല്ലാം നമുക്ക് എക്സ്ട്രാ കുറച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ടോപ്പ് എൻഡ് ആവുമ്പോൾ. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അത് നമുക്ക് യമഹയെ സംബന്ധിച്ച് എപ്പോഴും ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള വേരിയന്റുകളാണ് MT വേർഷനുകൾ. 155 cc വരുന്ന വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വളരെ സ്പോർട്ടി ആയിട്ടുള്ള വണ്ടിയാണ് MT എന്ന് പറയുന്നത്. MTയെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട വളരെ പോപ്പുലർ ആണ്. MT എന്ന് പറയുന്നത് യമഹയുടെ ഏറ്റവും പോപ്പുലർ ആയ വണ്ടികളിൽ ഒന്നാണ്. MTയിലും നമുക്ക് ഈ നോർമൽ നമുക്ക് കളർ TFTയോട് കൂടിയിരിക്കുന്ന പുതിയൊരു വേർഷൻ MTയും നമുക്ക് അവൈലബിൾ ആണ്. സ്റ്റാൻഡേർഡ് ഡീലക്സ് വേരിയന്റുകളാണ് നമുക്ക് ഈ കാണുന്നത്. സ്റ്റാൻഡേർഡ് വേർഷനെ സംബന്ധിച്ച് നമുക്ക് 2,17,000 രൂപയ്ക്ക് സ്റ്റാൻഡേർഡ് വേർഷൻ നമുക്ക് ഓൺ റോഡ് കൊടുക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് കസ്റ്റമർക്ക് 10 വർഷത്തിന്റെ
അല്ലെങ്കിൽ 75,000 കിലോമീറ്റർ. ബൈക്കുകൾക്ക് 75,000 കിലോമീറ്ററും സ്കൂട്ടർ സെഗ്മെന്റുകൾക്ക് 95,000 കിലോമീറ്ററും റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ട്. അതെ. ഇതാണ് ബേസ് മോഡൽ വരിക. ഇത് സ്റ്റാൻഡേർഡ് വേർഷൻ എന്ന് പറയും. അതായത് എം ടിയെ സംബന്ധിച്ച് നമുക്ക് എം ടിയുടെ നോർമൽ വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് വേർഷൻ എന്നാണ് പറയുന്നത്. ഫുൾ ബ്ലാക്കിലായിരിക്കും വരിക, വിത്ത് ബ്ലാക്ക് അലോയ് ആയിരിക്കും ഈ വേർഷനിലും വരിക. ഇത് നമുക്ക് ഓൺ റോഡ് 2/17 ഓൺ റോഡ് കൊടുക്കാൻ സാധിക്കും. അതിനകത്ത് 10 വർഷം വാറണ്ടിയും 1 ഇയർ റോഡ് സൈഡ് അസിസ്റ്റൻസും സ്റ്റാൻഡേർഡ് ആക്സസറീസും നമുക്കൊരു ബ്രാൻഡഡ് ഹെൽമെറ്റും കസ്റ്റമർക്ക് കൊടുക്കാൻ സാധിക്കും. നെഗറ്റീവ് ക്ലസ്റ്റർ ആണ് എം ടിയിൽ വരിക. ഈ പുതിയ കളർ TFT-യോട് കൂടി വരുന്ന ഒരു വേരിയന്റും എം ടിയിൽ അവൈലബിൾ ആണ്. നല്ല സ്പോർട്ടി ലുക്ക് തന്നെയുണ്ട് വണ്ടിക്ക്. തീർച്ചയായിട്ടും എം ടിയെ സംബന്ധിച്ച് എം ടിയുടെ ഏറ്റവും ഏത് സമയത്തും വളരെ പോപ്പുലർ ആയിട്ടുള്ള, വളരെ ഡിമാൻഡബിൾ ആയിട്ടുള്ള ഒരു വേരിയന്റ് ആണ് എം ടി എന്ന് പറയുന്നത്. എം ടിക്ക് നമുക്കിപ്പം ടൗൺ പേയ്മെന്റ് ഫിനാൻസിലായാലും തന്നെ എം ടിയുടെ എല്ലാ നമുക്ക് നോർമൽ കൊടുക്കുന്ന ഓണത്തിന് കൊടുക്കുന്ന എല്ലാ പർച്ചേസുകൾക്കും ഒപ്പമുള്ള ക്യാഷ് ഡിസ്കൗണ്ടും എല്ലാ പർച്ചേസുകൾക്കും ഒപ്പമുള്ള ഗിഫ്റ്റ് വൗച്ചറും നമുക്ക് അവൈലബിൾ ആണ്. എം ടിയെ സംബന്ധിച്ച് എം ടിക്ക് നമുക്ക് 19,000 രൂപ തൊട്ട് നമുക്ക് എം ടി കസ്റ്റമർക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് സ്കോർ നോക്കിയിട്ടാണ് സ്കോർ ചെയ്തിട്ട് നമുക്ക് ആ കസ്റ്റമറുടെ സിബിൽ സ്കോർ കാര്യങ്ങൾ വെരിഫൈ ചെയ്തിട്ടാണ് ചെയ്യുക. 19,000 രൂപ തൊട്ട് നമുക്ക് ആദ്യ തവണയിൽ എം ടി കൊടുക്കാൻ സാധിക്കും. ഈ അലോയ്സ് ഇത് ഡീലക്സ് എന്ന് പറയുന്ന വേരിയന്റ് ആണ്. നമുക്ക് നോർമൽ സ്റ്റാൻഡേർഡ് വേർഷനെ അപേക്ഷിച്ച് എം ടിയിൽ 2 വേർഷനുകളാണ്. എം ടി സ്റ്റാൻഡേർഡ്, എം ടി ഡീലക്സ് എന്ന് പറയുന്ന 2 വേരിയന്റുകളാണ് വരുന്നത്. എം ടി ഡീലക്സിൽ വരുമ്പോൾ നമുക്ക് കളർ ടോൺസ് ഉണ്ടാവും, കളർ ചോയ്സുകൾ നമുക്ക് കൂടുതലുണ്ടാവും. ബ്ലാക്ക് വിത്ത് ഓറഞ്ച് അലോയി ആയിരിക്കും ഇത് വരിക. അതുപോലെ ഇൻഡിക്കേറ്റേഴ്സിനെ സംബന്ധിച്ച് LED ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കും വരിക. ഇത് നോർമൽ ഹാലജൻ ഇൻഡിക്കേറ്റർ ആയിരിക്കും സ്റ്റാൻഡേർഡിൽ വരിക. ഡീലക്സിലേക്ക് വരുമ്പോൾ നമുക്ക് അതിന് LED ഇൻഡിക്കേറ്റേഴ്സ് വരും. കളർ ടോൺസും കളർ ഓപ്ഷൻസും നമുക്ക് ഇതിന്റെ അകത്ത് വരുന്നുണ്ട്. അതിന്റെ അകത്ത് ഇത് ബ്ലാക്ക് ഡീലക്സിലെ ബ്ലാക്ക് വേർഷൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന് സൈബർ ഗ്രീൻ എന്ന് പറയും. ഇതിന്റെ അലോയ്സ് എല്ലാം കുറെ കൂടെ ഫ്ലൂറസെന്റ് ആയിട്ടുള്ള ഒരു കളർ പാറ്റേൺ ആണ് ഡീലക്സിൽ വരിക. ബാക്കിലും ആ ഇൻഡിക്കേറ്റേഴ്സിൽ ചേഞ്ച് വരുന്നു. അതെ, തീർച്ചയായിട്ടും. അത് ഇൻഡിക്കേറ്റർ നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കും ഡീലക്സിലേക്ക് വരിക. നമുക്ക് നോർമൽ വരുന്ന എം ടി ഡുവൽ ചാനൽ ABC തന്നെയാണ് വരിക. അത്രത്തോളം സ്റ്റെബിലിറ്റി ഉണ്ടാവും, റൈഡിങ് കംഫോർട്ടും സേഫ്റ്റിയും നമുക്ക് പ്രൊവൈഡ്. ഡെൽറ്റ ബോക്സ് ആണ് അതിന്റെ ഫ്രെയിമിന്റെ രീതി വരിക. 155 cc ആണ് വരുന്നത്. മൈലേജ് ഒക്കെ 50 ബ്ലൂ കോർ എഞ്ചിൻ ആണ് ഇതിന്റെ അകത്ത് വരുന്നത്. നമുക്ക് 155 cc ആണെങ്കിൽ പോലും നമുക്ക് 55 കിലോമീറ്റർ അഷ്യൂർഡ് മൈലേജ് നമുക്ക് പറയാൻ സാധിക്കും. അതേസമയം R15ന്റെ സെയിം മൈലേജ് തന്നെയാണ് വരുന്നത്. രണ്ടിലും നമുക്ക് ഉപയോഗിക്കുന്ന ടെക്നോളജിയെ സംബന്ധിച്ച് വ്യത്യാസം ഉണ്ടെങ്കിലും നോർമലായിട്ട് 2 വേരിയന്റുകൾക്കും സെയിം മൈലേജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഇത് ബേസ് വേരിയന്റ് ആണെങ്കിൽ പോലും ബാക്കിൽ ഡിസ്കും കാര്യങ്ങളും വരുന്നുണ്ട്. ഡുവൽ ചാനൽ ABS ആണ്. ബേസ് സ്റ്റാൻഡേർഡ് വേർഷനിലും നമുക്ക് എം ടി ഡുവൽ ചാനൽ ABC തന്നെയാണ് വരുന്നത്. ആ ടോപ്പ് എൻഡ് വേരിയന്റ് എത്രയായിരുന്നു ഓൺ റോഡ് പ്രൈസ് വരുന്നത്? 224 ആണ് നമുക്ക് ഡുവൽ ചാനൽ ABCയിൽ വരുന്ന ഡീലക്സ് വേരിയന്റിന് അവൈലബിൾ ആകുന്നത്. 217 സ്റ്റാൻഡേർഡിനും. അതെ 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 217 ആണ് അതിന്റെ സ്റ്റാൻഡേർഡിന്റെ ഓൺ റോഡ് പ്രൈസ് വരിക. 7,000 വ്യത്യാസമേ ഉള്ളൂ. അതെ, അപ്പൊ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ ഗ്രാഫിക്സും അലോയ്സും ഒക്കെ കളേർഡ് ആയിട്ട് വരും. വ്യത്യാസം കളർ പാറ്റേൺസിൽ കളർ ഓപ്ഷനുകൾ ഡീലക്സിൽ നമുക്ക് ഉണ്ടാകും. നമുക്ക് 19,000 രൂപ ആദ്യ തവണയെ തൊട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. ഹെപ്സിയുടെ ഹൈബ്രിഡ് വേർഷൻ ആണിത്. ഹെപ്സിയുടെ ഹൈബ്രിഡ് നമുക്ക് നോർമൽ അറിയാമല്ലോ, പണ്ട് മുതലേ സ്റ്റാർ ആയിട്ടുള്ള യുക്തൈക്കനായിട്ടുള്ള വേരിയന്റ് ആണ് എഫ്സി എന്ന് പറയുന്നത്. ഏത് സമയത്തും നല്ല ഡിമാൻഡബിൾ ആണ്. എഫ്സിയിൽ പുതിയതായി കൊണ്ടുവന്നിരിക്കുന്നതാണ് എഫ്സിയുടെ ഹൈബ്രിഡ് എഞ്ചിനിൽ വരുന്ന എഫ്സി. അതിന്റെ എഫ്സിയുടെ ഹൈബ്രിഡിലേക്ക് വരുമ്പോഴേക്ക് അതിന്റെ ഹൈ പെർഫോമൻസ് ആൻഡ് കംഫോർട്ട് ആണ്. എഫ്സി നോർമൽ എഫ്സിയേക്കാൾ കുറെ കൂടെ പെർഫോമൻസും കുറെ കൂടെ കംഫോർട്ടും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സുപ്പീരിയർ മൈലേജ് ഹൈബ്രിഡ് എഞ്ചിനിലേക്ക് മാറിയത് കൊണ്ട് എഫ്സിയിൽ നമുക്ക് 65 കിലോമീറ്ററിന് മുകളിൽ നമുക്ക് മൈലേജ് പറയാൻ സാധിക്കും. അഷോർഡ് മൈലേജ് നമുക്ക് പറയാൻ സാധിക്കും. ഹൈബ്രിഡ് എഞ്ചിൻ്റെ ബാഡ്ജിങ് ആണ് ഇവിടെ. നമുക്കൊരു എഞ്ചിനിൽ തന്നെ ഒരു ബ്ലൂ കളറിലുള്ള ഷെയ്ഡിങ് കാണാം. അത് ഹൈബ്രിഡ് മാഡ്ജിങ് ആണ്. സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. അതുപോലെ തന്നെ അതിന്റെ ഹൈടെക് അഡ്വാൻസർ ആയിട്ടുള്ള ഈ ടെക്നോളജി, അതായത് നമുക്ക് നോർമലി ഇന്ത്യയിൽ നിന്ന് നിലവിലുള്ളതിൽ വെച്ച് ഫസ്റ്റ് ഹൈബ്രിഡ് മോട്ടോർ സൈക്കിൾ ആണ് എഫ്സി ഹൈബ്രിഡ് എന്ന് പറയുന്നത്. കളർ TFT ആയിരിക്കും ഹൈബ്രിഡിൽ വരുന്നത്. നമുക്ക് നോർമലുള്ള വേരിയന്റുകളിലെ അപേക്ഷിച്ച് വ്യത്യാസം എന്ന് പറയുന്നത് ഇതിന്റെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള, തീർച്ചയായിട്ടും അതിന്റെ വെതർ അപ്ഡേഷൻസുകൾ, അതുപോലെ തന്നെ നമുക്ക് ടേൺ ബൈ ടേൺ നാവിഗേഷൻ,
അതുപോലെ തന്നെ നമുക്ക് കോൾ അക്സെപ്റ്റൻസ്, അതുപോലെ മ്യൂസിക്, അതെല്ലാം നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാനും യൂസ് ചെയ്യാനും സാധിക്കും. RPM മീറ്റർ ഉൾപ്പെടെ ഉണ്ടല്ലേ? തീർച്ചയായും അതെ, RPM മീറ്റർ ഉൾപ്പെടെ നമുക്ക് ട്രിപ്പ് അനാലിസിസ് ഉൾപ്പെടെ നമുക്ക് LED DRLs വരുന്നത് ഒരു L ഷേപ്പ് പോലെ അല്ലേ? അതെ. പിന്നെ നമുക്ക് ഇതിന്റെ ബ്ലൂ അലോയ്സും വരുന്നത്. ഇതിന് നമുക്ക് FC ഹൈബ്രിഡിലേക്ക് വരുമ്പോൾ FC ഹൈബ്രിഡിന് 2 കളർ പാറ്റേൺസ് ആണ് അവൈലബിൾ ആകുന്നത്. റേസിംഗ് ബ്ലൂ എന്ന് പറയുന്നത് നമുക്ക് നോർമൽ ബ്ലൂ കളറിൽ ഉണ്ടാവും. ഇതിന് സിയാൻ ഗ്രേ എന്ന് പറയും. സിയാൻ ഗ്രേയിലുള്ള പ്രത്യേകത അതിന്റെ അലോയ്സിൽ ആ ഒരു ബ്ലൂഷ് കളർ ആയിരിക്കും വരിക. ഗ്രേ മാറ്റ് അല്ല, ഗ്ലോസി ആയിട്ടുള്ള ഒരു ഗ്രേ ഫിനിഷ് ആയിരിക്കും വണ്ടിയിൽ വരുന്നത്. സീറ്റൊക്കെ നല്ല വിഡ്ത്താണ്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്രയ്ക്ക് നമുക്ക് യൂസ് ചെയ്യാൻ. ഇതിന് എത്ര വേരിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്? ഹൈബ്രിഡ് ഒറ്റ സിംഗിൾ വേരിയന്റിലാണ് വരുന്നത്. ഹൈബ്രിഡ് നമുക്ക് ഹൈബ്രിഡ് അല്ലാത്തൊരു വേർഷൻ ഉണ്ട്. ഇതിന്റെ ഇന്റിഗ്രേറ്റർ ആയിട്ടുള്ള LED ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കും വണ്ടിക്ക് വരിക. അതിന്റെ നോർമൽ ടാങ്കിൽ തന്നെ ആയിരിക്കും അതിന്റെ ഇൻഡിക്കേറ്റർ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ഹസാർഡ് നമുക്ക് അതിൽ ചെയ്യുന്നതായിരിക്കും നമുക്ക് വളരെ അട്രാക്റ്റീവ്. ടാങ്ക് ഫ്ലാപ്പിൽ തന്നെ ആയിരിക്കും നമുക്ക് ഇന്റിഗ്രേറ്റർ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹസാർഡ് സ്വിച്ച് ഉൾപ്പെടെ വരുന്നുണ്ട്. അതെ, ഉണ്ട്. അത് MT-യിൽ നമുക്ക് ഡീലക്സിലൊക്കെ ഹസാർഡ് അവൈലബിൾ ആണ്. സ്റ്റാൻഡേർഡിൽ നമുക്ക് വരില്ല. അപ്പൊ അതൊരു ചേഞ്ച് ആയിട്ട് വരും. തീർച്ചയായിട്ടും ഹസാർഡ് നമുക്ക് ഡീലക്സ് തൊട്ടാണ് ചെയ്യുന്നത്. നമ്മളെ പോയിന്റ് ചെയ്യാൻ വിട്ടുപോയാൽ തീർച്ചയായിട്ടും. ഈ വണ്ടിക്ക് എങ്ങനെയായിരുന്നു ഓൺ റോഡ് പ്രൈസ് വരുന്നത്? നമുക്ക് ഇതിന്റെ 10 വർഷം അല്ലെങ്കിൽ 75,000 കിലോമീറ്റർ ഫ്രീ വാറണ്ടിയാണ് വണ്ടിയിൽ വരുന്നത്. 1 ഇയർ റോഡ് സൈഡ് അസിസ്റ്റൻസ് ഉൾപ്പെടെ 181 നമുക്ക് ഓൺ റോഡ് പ്രൈസ് കൊടുക്കാൻ. ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ 181 വളരെ ഏറ്റവും മെയിൻ ആയിട്ട് ഹൈബ്രിഡിനെ സംബന്ധിച്ച് ഏറ്റവും മെയിൻ അതിന്റെ മൈലേജ് ആണ്. സുപ്പീരിയറിറ്റി ഓഫ് മൈലേജ് ആണ്. നമുക്ക് നോർമൽ FC-യേക്കാൾ വളരെ മൈലേജ് കൂടിയ ഒരു വേരിയന്റ് ആണ്. നമുക്ക് 65 കിലോമീറ്റർ ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ TFT ഡിസ്പ്ലേ ആണ്. ഇതുകൊണ്ട് നമുക്ക് ഈ ജോയ്സ്റ്റിക്കിലായിട്ടുള്ള കീസ് ഉപയോഗിച്ച് നമുക്കത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. മ്യൂസിക് ഒക്കെ കൺട്രോൾ ചെയ്യും. തീർച്ചയായിട്ടും അത് ചെയ്യാം. അതായത് നമുക്ക് മ്യൂസിക് ചെയ്യുന്നത് വൈ കണക്ട് ആപ്പിലൂടെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇയർഫോൺ യൂസ് ചെയ്യണം. നമുക്ക് അതിന്റെ ബാക്കി ഡീറ്റെയിൽ കാര്യം വോളിയൂംസ് അല്ലെങ്കിൽ അത് പോസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ചെയ്യാം. FC-യുടെ നമുക്ക് മറ്റൊരു വേർഷനാണ് FC-X എന്ന് പറയുന്ന വേർഷൻ. FC-X-നെ സംബന്ധിച്ച് ഫുള്ളി മെറ്റൽ ബോഡിയിലായിരിക്കും FC-X അവൈലബിൾ ആകുന്നത്. ഒരു ടൂറർ കാറ്റഗറി വണ്ടി, അതായത് നമുക്കൊരു ലോങ് ഡ്രൈവിന് യൂസ് ചെയ്യാൻ സാധിക്കുന്ന, അതിന്റെ സീറ്റിലായാലും വണ്ടിയുടെ ഷേപ്പിലായാലും കുറെ കൂടെ ടൂറർ കാറ്റഗറി വരുന്ന പെർഫോമൻസ് വരുന്ന ഒരു വേരിയന്റ് ആണ്. നമുക്ക് നോർമൽ 150 cc കാറ്റഗറി തന്നെ FC വരുമ്പോഴേക്ക് അതിന്റെ പ്രത്യേകത എയർ കൂൾഡ് എഞ്ചിൻ ആയിരിക്കും വണ്ടിയിൽ വരിക. അതുപോലെ തന്നെ ലോങ് ഡ്രൈവ് പർപ്പസിന് യൂസ് ചെയ്യുന്ന രീതിയിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള കംഫർട്ടബിൾ ആയ രീതിയിലുള്ള റൈഡ് ആയിരിക്കും നമുക്ക് FC-X പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ വേരിയൻസ് എങ്ങനെയായിരിക്കും? FC-X സിംഗിൾ വേരിയന്റിലാണ്. അതിന്റെ കളർ പാറ്റേൺസ് ബേസ്ഡ് ആയിട്ടാണ് നമുക്ക് വ്യത്യാസം വരുന്നത്. ഇത് നമുക്ക് ക്രോം എന്ന് പറയും ഈ കളറിന്. അതുപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് കളർ അവൈലബിൾ ആണ്. ക്ലസ്റ്റർ എന്ന് പറയുന്നത് നെഗറ്റീവ് ക്ലസ്റ്റർ ആണ് വരിക. നോർമൽ ആയിട്ടുള്ള കുറച്ച് വൈഡ് ആയിട്ടുള്ള ക്ലസ്റ്റർ ആണ്. പക്ഷെ നമുക്ക് നോർമൽ FC-യിൽ കണ്ട പോലെ, ഹൈബ്രിഡിൽ കണ്ട പോലത്തെ കളർ TFT അല്ല, നോർമൽ ആയിട്ടുള്ള TFT ആണ്. ഇതിനെങ്ങനെയായിരുന്നു ഓൺ റോഡ് പ്രൈസ് വരുന്നത്? 181 അതിന്റെ ഓൺ റോഡ് പ്രൈസ് വരിക. അതിനകത്ത് നമുക്ക് 10 ഇയർ വാറണ്ടി, ഒപ്പം നമുക്ക് 1 ഇയർ റോഡ് സൈഡ് അസിസ്റ്റൻസ് ഉൾപ്പെടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൈലേജും കാര്യങ്ങളൊക്കെ? മൈലേജ് നമുക്ക് നോർമലി 55 കിലോമീറ്റർ മൈലേജ് FC-X-ൽ കിട്ടും. ആക്സസറീസും കാര്യങ്ങളൊക്കെ യമഹയുടെ ഇവിടെ? അതെ, യമഹയുടെ നമ്മുടെ ബ്ലൂ സ്കോർ ആണ്. നമ്മുടെ എല്ലാ ജെനുവിൻ പാർട്സ്, യമഹയുടെ സംബന്ധിച്ച് ജെനുവിൻ പാർട്സ്, റൈഡ് ഗ്ലൗസ്, ജാക്കറ്റ്സ്, അതുപോലെ തന്നെ നമുക്ക് റൈഡ് ബാഗ്സ്, ബാക്ക് പാക്സ് ഒക്കെ എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് FC-യുടെ നോർമൽ വേരിയന്റുകളാണ്. അത് നമ്മുടെ മുമ്പുണ്ടായിരുന്ന V3 വേർഷനുകളാണ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് V3 വേർഷൻ അല്ലേ? അതെ. ആ വേർഷന്റെ പേരെന്തായിരുന്നു? ഹൈബ്രിഡ് ആണ്. ഹൈബ്രിഡ് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള FC ആണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ഇതിപ്പോ അതിന് മുമ്പ് ഉണ്ടായിരുന്നു. അതെ, V3 എന്ന് പറയുന്നത് അതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു വേരിയന്റ് ആണ്. ഇപ്പൊ നമുക്ക് V4ഉം V3 അവൈലബിൾ ആണ്. V4നെ സംബന്ധിച്ച് FC ഹൈബ്രിഡിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവും. ഇത് നമുക്ക് നോർമൽ ആയിട്ടുള്ള ഹാലജൻ ഇൻഡിക്കേറ്റർ ആയിരിക്കും V3 വേർഷനുകളിൽ. കുറച്ചും കൂടെ പ്രൈസ് അപ്പൊ കുറയുമായിരിക്കും അല്ലേ? പ്രൈസിൽ വ്യത്യാസമുണ്ട്. ഹൈബ്രിഡിനെ സംബന്ധിച്ച് പ്രൈസിൽ വ്യത്യാസമുണ്ട്. അത് ഇതിന് വേരിയൻസ് എത്ര എണ്ണം വരും? V3 എന്ന് പറഞ്ഞ ഒറ്റ വേരിയന്റിലാണ് വരുന്നത്. നമുക്ക് 50-55 കിലോമീറ്റർ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. പ്രൈസ് എത്രയായിരിക്കും ഓൺ റോഡ് വരിക? നമുക്കിത് V3 വരുമ്പോൾ V3യിൽ നമുക്ക് ഇയർ ബാഗ് സെഗ്മെന്റുകളുണ്ട്.
അതായത് നമുക്കൊരു ഡിസ്പ്ലേ പർപ്പസ് ഉപയോഗിച്ച് ഇയർ ബാഗ് സെഗ്മെന്റുകളാണെന്നുണ്ടെങ്കിൽ 10,000 രൂപയുടെ വരെ നമുക്ക് 15,000 രൂപയുടെ വരെ ക്യാഷ് ബാക്ക് ഓഫർ നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്കത് അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. നമുക്ക് എഫ് സി ഓൺ റോഡ് നമുക്ക് 150 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, വേർഷനുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബ്ലൂ കളർ കഴിഞ്ഞു, ഇപ്പൊ റെഡ് കളർ, അതുപോലെ ബ്ലാക്ക്, ഡാർക്ക് മാറ്റ് ബ്ലൂ, അതുപോലെ തന്നെ നമുക്ക് റെഡ് ഫിനിഷിൽ വരുന്നത്, അതുപോലെ തന്നെ മാറ്റ് ഫിനിഷിൽ വരുന്ന ബ്ലാക്ക് കളറിൽ അവൈലബിൾ. കളർ വ്യത്യാസമുണ്ട്. അതെ അതെ, ഗോൾഡൻ അലോയ്സും കാര്യങ്ങളും വരുന്നുണ്ട്. വേർഷൻ 3യുടെ ബാഡ്ജിങ്ങും കൂടെ വരുന്നുണ്ട്. ഓക്കെ, അതാണ് ബ്ലാക്ക് കളർ. ഇത് മാറ്റ് ഫിനിഷ് ആണ്. അതെ അതെ, മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ ബൈക്കിൽ പോകുന്ന ഏത് വണ്ടിയാ? ബൈക്കിൽ നമുക്ക് MG വളരെ സെയിൽ കൂടുതലുള്ള ഒരു വേർഷനാണ്. MG എന്ന് പറഞ്ഞാൽ കുറെ കൂടെ യൂത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു R15. അതുപോലെ തന്നെ R15 എന്ന് പറയുമ്പോൾ R15ന്റെ ഒരു പ്രത്യേകത, R15ന്റെ 3 വേരിയന്റുകളിലാണ്. R15 നോർമൽ R15 ഉണ്ടാവും, V3 വേർഷൻ, അതുപോലെ തന്നെ V4 വേർഷൻ ഉണ്ട്, M വേർഷനും ഉണ്ട്. അതായത് M എന്ന് പറഞ്ഞാൽ R15M വളരെ കളർ TFT-യോട് കൂടി വരുന്ന കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ക്വിക്ക് ഷിഫ്റ്റർ എന്ന് പറയുന്ന ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ഹെൽമെറ്റ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. റൈഡിങ് ജാക്കറ്റ്സുകൾ നമുക്കുണ്ട്, ജെനുവിൻ പാർട്സുകൾ, യമഹ ജേഴ്സികൾ നമുക്ക് അവൈലബിൾ ആണ്. റൈഡിങ് ഗ്ലൗസ് കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും, ഇവിടെ അവൈലബിൾ ആവുന്നുണ്ട്. നമുക്ക് ഡെലിവറി വണ്ടികളാണ്. നമ്മുടെ ചിങ്ങം 1 സംബന്ധിച്ച് നമുക്ക് ഒരു മാസ് ഡെലിവറിയാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 50 വണ്ടികളുടെ ഒരു വലിയ മാസ് ഡെലിവറി നമുക്ക് അവൈലബിൾ ആവുന്നുണ്ട്. നമുക്കത് വണ്ടികൾ ഇങ്ങനെ കയറ്റി തുടങ്ങുന്നു. ഓരോ ഇവിടെയും PDAയിലും ബാക്കിലൊക്കെ ആയിട്ട് നമ്മൾ ഗാരേജിലൊക്കെ ആയിട്ട് നമ്മൾ വണ്ടികൾ PD ചെയ്ത് ഡിസ്പ്ലേക്ക് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിപ്പോ പുതുക്കിയ ഷോറൂമാ അല്ലേ? ഇത് ബ്ലൂ സ്ക്വയറിലാക്കിയില്ല. നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു യമഹ ഷോറൂമിലേക്ക് ബ്ലൂ സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു പ്രീമിയം കാറ്റഗറിയിലേക്കാണ്. ബ്ലൂ സ്ക്വയറെ സംബന്ധിച്ച് എല്ലാ വേരിയന്റുകളും, യമഹയെ സംബന്ധിച്ച് എല്ലാ വേരിയന്റുകളും നമുക്ക് ഒരു ഷോറൂമിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആവുന്നതാണ് ബ്ലൂ സ്ക്വയർ എന്ന് പറയുന്നത്. ബ്ലൂ സ്ക്വയർ നമുക്കിപ്പം കോട്ടയം ഷോറൂം ബ്ലൂ സ്ക്വയർ ഷോറൂമാണ്, പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഷോറൂമാണ്. നിങ്ങൾ കോട്ടയത്ത് വരുന്നതുകൊണ്ട് നമുക്ക് ഷോറൂമിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വണ്ടി കാണുകയും അതുപോലെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും പറ്റും. എല്ലാ വേരിയന്റുകൾക്കും നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ ആണ്. നമുക്ക് ഫാസിനോ തൊട്ടായാൽ നമുക്ക് എല്ലാ വേരിയന്റുകളും R15 വേരിയന്റുകൾ, റൈസിംഗ് വേരിയന്റുകൾ എല്ലാം നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ ആണ്. അതുപോലെ ബുക്ക് ചെയ്തിട്ട് എത്ര നാൾ എടുക്കുമായിരിക്കും? 5 ദിവസം, 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് ഡെലിവറി തരാൻ പറ്റും. അതായത് നമുക്ക് ഇന്ന് ബുക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള 5 ദിവസത്തിനുള്ളിൽ തന്നെ കസ്റ്റമർക്ക് ഡെലിവറി എടുക്കാൻ സാധിക്കും. നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെ കിട്ടും? തീർച്ചയായിട്ടും നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെ നമ്പർ രജിസ്റ്റർ ചെയ്ത് നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെ പഞ്ച് ചെയ്താണ് വണ്ടി ഡെലിവറി ചെയ്യുന്നത്. ഇപ്പൊ മുമ്പ് അവിടെ കണ്ടിരുന്ന വണ്ടികളുടെ ഡെലിവറിക്ക് റെഡി ആയിരിക്കുന്നതാണ്. നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെ പഞ്ച് ചെയ്താണ് വണ്ടികളെല്ലാം റെഡി പോകുന്നത്. ഇതിപ്പം ബേസ് മോഡലും ടോപ്പ് എൻഡും അല്ലേ റേസറാറിന്റെ? ഇത് രണ്ടും നമുക്ക് നോർമൽ വേരിയന്റുകളാണ്. അത് നമ്മൾ ഇത് ബേസ് വേരിയന്റ് ആണ്. ഇതാണ് ബേസ് വേരിയന്റിലേക്ക് വരുന്നത്. ഡ്രം ബ്രേക്കിൽ വരുന്ന വേരിയന്റ്. അതുപോലെ തന്നെ ഇത് നമുക്ക് എക്സ്ട്രാ ആക്സസറീസ് ചെയ്യാൻ പറ്റും. ഓൾറൗണ്ട് ഗാർഡ് കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യുന്നതാണ്. അത് കുറച്ചുകൂടെ ഒരു സേഫ്റ്റി ഗാർഡാണ് വരുന്നത്. ഇത് നമുക്ക് ഡിസ്ക് വേരിയന്റ് ആണ്. ഇതാണ് നമ്മൾ മുമ്പ് കണ്ടിരിക്കുന്ന ആ ഒരു DRL ബാഡ്ജിങ് എന്ന് പറയുന്നത്. സ്ട്രീറ്റ് റാലിയെ സംബന്ധിച്ച് അതിൽ എക്സ്ട്രാ ഒരു LED ബാർ വരുന്നുണ്ട്. ബാക്കി വേരിയന്റുകൾക്ക് ഇവിടെ Y എന്ന് പറയുന്ന യമഹയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന TRL ആണ്. ഇതിനെത്രയായിരുന്നു ഓൺ റോഡ് പറഞ്ഞിരുന്നത്? ഇത് നമുക്ക് ഓൺ റോഡ് പ്രൈസ് കുറവാണ്. 83 രൂപ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. ഓൺ റോഡ് നമുക്ക് 1,03,000 രൂപയ്ക്ക് കൊടുക്കാൻ സാധിക്കും. ഡിസ്പ്ലേ ഒന്നും അല്ല വരുന്ന അനലോഗ് ഡിസ്പ്ലേ. നമുക്ക് ഡ്രം ബ്രേക്കിൽ വരുമ്പോൾ അനലോഗ് ക്ലസ്റ്റർ ആയിരിക്കും വരിക. അതേസമയം ഡിസ്ക് വേരിയന്റിലേക്ക് വരുമ്പോഴേക്ക് നമുക്ക് ഡിജിറ്റൽ ക്ലസ്റ്ററും അവൈലബിൾ ആണ്. ഇതാണ് ഡിസ്ക് വേരിയന്റ് വരുന്നത്. അതെ, തൊട്ടടുത്ത വേരിയന്റ് ഡിസ്ക് വേരിയന്റ്. ഇതൊരു കളറിൽ സിയാൻ എന്ന് പറയും ഈ കളറിന്. ഇതാണ് ഡിസ്പ്ലേ വരുന്നത്. അതെ, അതിന് വരുമ്പോഴേക്ക് നമുക്ക് ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ് വരുന്നത് ഡിസ്ക് വേരിയന്റുകളിലേക്ക് വരുമ്പോഴേക്കും. അതുപോലെ ഓട്ടോ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് സ്വിച്ച് ആണത്. നമുക്ക് ഓട്ടോ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് സ്വിച്ച് യൂസ് ചെയ്യുന്നവർ നമുക്കൊരു ബ്ലോക്കിൽ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, സിഗ്നലിലാണെന്നുണ്ടെങ്കിൽ, നമുക്ക് മൊബിലൈസ് അല്ലാത്തൊരു സിറ്റുവേഷനിൽ വണ്ടി ഷട്ട് ഓൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും പിന്നീട് നമുക്ക് വണ്ടി മുമ്പോട്ട് മൂവ് ചെയ്യുന്നതിന് വേണ്ടി എക്സ്ട്രാ നമ്മൾ സെൽഫ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് ഫ്യൂലിന്റെ എഫിഷ്യൻസിയെ കൂട്ടുന്നതിനാണ്. അത് ബ്രേക്കിൽ പ്രസ് ചെയ്തിട്ട് തീർച്ചയായിട്ടും ആക്സിലറേഷൻ ജസ്റ്റ് ഒന്ന് ആക്സിലറേഷൻ കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കലി വണ്ടി മൂവ് ആയി ചെയ്യും. അതിനാണ് ഓട്ടോ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് സിസ്റ്റം വരുന്നത്.
അത് നമുക്ക് ബേസ് വേരിയന്റിലും അവൈലബിൾ, എല്ലാ വേരിയന്റുകൾക്കും, എല്ലാ ഫസിനോ റേ എല്ലാ വേരിയന്റുകൾക്കും നമുക്ക് അവൈലബിൾ ആണ്. സാധാരണ മറ്റ് സ്കൂട്ടേഴ്സിനും നമുക്ക് ബേസ് വേരിയന്റിൽ അത് വരുന്നില്ല. നമ്മൾ എല്ലാ വേരിയന്റുകൾക്കും, ബേസ് വേരിയന്റ് ഉൾപ്പെടെ എല്ലാ വേരിയന്റുകൾക്കും നമുക്കത് ആ ഫീച്ചർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ മാറ്റ് നമുക്ക് വാങ്ങിക്കുമ്പോൾ കിട്ടുന്നുണ്ടോ? നമുക്ക് നോർമലി സ്റ്റാൻഡേർഡ് ആക്സസറീസിൽ നമുക്ക് നോർമൽ ഗ്രിപ്പിംഗ് മാറ്റ് ആണ് വരിക. നമുക്ക് അഡീഷണൽ ആക്സസറീസ് പർച്ചേസ് ചെയ്യാൻ പറ്റും. മൊത്തം ആക്സസറീസ്, അതായത് ഈ ഗാർഡും അതുപോലെ മാറ്റും ഫുൾ സെറ്റ് ആക്സസറീസ് നമുക്ക് 3600 രൂപയ്ക്ക് കൊടുക്കാൻ സാധിക്കും. അതിന്റെ ഓൾറൗണ്ട് ഗാർഡ്, ഫ്ലോർ മാറ്റ്, അതുപോലെ തന്നെ നമുക്ക് നോർമലി സ്വീറ്റ് കവറുകൾ അഡീഷണൽ ചെയ്യുന്നത്, എല്ലാം അതെ ഒരു പാക്കേജ് നമുക്ക് ചെയ്യാൻ പറ്റും. ആക്സസറീസിന്റെ ജസ്റ്റ് 3600 രൂപയ്ക്ക് നമുക്ക് എക്സ്ട്രാ ഒരു 9 ഐറ്റംസ് അടങ്ങുന്ന ഒരു ആക്സസറീസ് പാക്കേജ് കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ബാക്കി നമുക്ക് ഇവിടെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെയാണോ? സ്റ്റിക്കേഴ്സ് ഉണ്ട്, അതിന്റെ ബാഡ്ജിങ്ങുകൾ നമുക്ക് അവൈലബിൾ ആണ്. ജെന്യൂൻ പാർട്സ് ആണ് എല്ലാം തന്നെ. നമ്മുടെ ലൂപ്സ് നമുക്ക് അവൈലബിൾ ആക്കുന്നുണ്ട്. അതുപോലെ കസ്റ്റമർക്ക് എല്ലാം സംബന്ധിച്ച് അതിന്റെ ഷാംപൂസ്, ലൂപ്സ്, നമുക്ക് അതിന്റെ സ്പ്രേസ്, അതുപോലെ തന്നെ അതിന്റെ ബാഡ്ജിങ്ങുകൾ എല്ലാം നമുക്ക് ബ്ലൂ സ്ക്വയറിന്റെ പ്രത്യേകത എല്ലാം നമുക്ക് എല്ലാ പാർട്സുകളും സ്പെയർ ആൻഡ് സർവീസ്, അതുപോലെ തന്നെ സെയിൽസ്, എല്ലാ സർവീസുകളും നമുക്ക് ഒരേ സ്ഥലത്ത് നിന്ന് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മളിപ്പം ഷോറൂമിന്റെ വിസിറ്റിലായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നിങ്ങളെ ഫോൺ നമ്പർ വിളിച്ച് ചോദിക്കുക. നിങ്ങൾ വരിക, വണ്ടി നേരിട്ട് കാണുക, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. നമ്മുടെ എക്സിക്യൂട്ടീവ് ഇവിടെ ഉണ്ട്, മാനേജർ. സാറിന് ഒന്നുകൂടെ നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. ഓക്കെ, ബൈ ഗൈസ്. ഓക്കെ, ഹാപ്പി ഓണം. ഓക്കെ.